ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ദിവസമായി വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ നോമ്പായതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഡേ വ്ളോഗ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ആ ഒരു സ്റ്റൈലിൽ അങ്ങ് പോകുമായിരുന്നു. ഇപ്പം അങ്ങനെ നോമ്പായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ താമസിച്ച് എഴുന്നേക്കലും അതുപോലെ തന്നെ നമ്മുടെ വർക്കും ഒക്കെ ആയപ്പോഴത്തേക്കും ആകെപ്പാട് ടയർഡാണ്. അപ്പോൾ ഇന്ന് നോമ്പില്ല. അപ്പോൾ പീരീഡ്സ് ആയപ്പോഴത്തേക്കും നമ്മുടെ നോമ്പങ്ങ് പോയി. അങ്ങനെ രാവിലെ എന്നാലും എനിക്ക് ഫുഡ് വേണ്ട, ഞാൻ ഗ്രീൻ ടീ അതുപോലെ നമ്മൾ സ്മൂത്തിയാണ് കുടിക്കുന്നത്. അപ്പോൾ ചെറിയ ആൾക്കും അതുപോലെ ഇന്ന് മോനിക്ക് അവന് മരുന്ന് കഴിക്കുന്നതുകൊണ്ട് അവനെയും പിടിപ്പിച്ചില്ല നോമ്പ്. കാര്യം അവന് കണ്ണിന് ഇൻഫെക്ഷനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് 2 നേരം മരുന്ന് കഴിക്കാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് മുടങ്ങാതെ കഴിക്കുകയും ചെയ്യണം. 1 മാസം കണ്ടിന്യൂ ചെയ്ത് കഴിച്ചിട്ട് ഡോക്ടറെ അടുത്ത് ചെല്ലേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നോമ്പ് അവനും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇന്നലെ ഇത്തിരി മയാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് കരുതി. ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. ഭയങ്കര ടയർഡാണ്. ഇന്നലെ അങ്ങനെ എറണാകുളം പോയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ പർച്ചേസും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളുടെ പുറകെയുള്ള ഓട്ടമാണ്. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഓടാൻ. അപ്പോൾ മുഴുവൻ നേരം നമ്മൾ ബിസി ആയിട്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് വേറെ കാര്യങ്ങളിലൊന്നും എത്തി വെക്കേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ ഫുൾ എൻഗേജ്ഡ് ആയിരിക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു ഹാപ്പിനെസ് ആണ്. രാവിലെ എഴുന്നേൽക്കുക, നമ്മുടെ ഓരോ കാര്യങ്ങളുമായിട്ട് കിടന്നോടുക, അങ്ങനെ കിടന്നുറങ്ങുക, അത് നല്ല സുഖമുള്ള ഏർപ്പാടാണ്. അങ്ങനെ ഇന്നത്തേക്കുള്ള ഓർഡർ പോകാനുള്ള സാധനങ്ങളെല്ലാം നമ്മളങ്ങ് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പിക്കായ് മോൻ പള്ളിയിൽ പോയി, ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു. അങ്ങനെ എല്ലാം സെറ്റാക്കി കവർ ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ ബോട്ടിൽ. അപ്പോൾ നമ്മളിപ്പോൾ 500 ഗ്രാമിൻ്റെ ഒപ്പം 100 ഗ്രാം കൂടെ ചേർത്തിട്ട് 600 ഗ്രാമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ആ സെയിം റേറ്റ് തന്നെ. അതുപോലെ തന്നെ 250 ഗ്രാമിൻ്റെ ഒപ്പം നമ്മൾ 50 ഗ്രാം കൂടെ ചേർത്ത് 300 ഗ്രാം കൊടുക്കുന്നുണ്ട്. സെയിം റേറ്റ് ആണ്. പക്ഷേ അന്നേരം നമ്മൾ ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത് ഒരു 25-26 ഡേയ്സിലൊക്കെ തീർന്നു പോകുമായിരുന്നു. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ അത് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 250 ഗ്രാം ഇപ്പം 50 ഗ്രാം കൂടെ ആയപ്പോഴത്തേക്കും ഇനി നമുക്ക് എങ്ങനെ പോയാലും 15-16 ദിവസം കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ 1/2 കിലോ ബോട്ടിലിന് 100 ഗ്രാം കൂടെ ചേർക്കുമ്പോഴത്തേക്കും 1 മാസം ഫുള്ളായിട്ടത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്തത്. അപ്പോൾ അതിനോടൊപ്പം 2 നേരത്തെ ഗ്രീൻ ടീയും അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറുമാണ് റീപ്ലേസ് ചെയ്യുന്നത്. അതെല്ലാം സെറ്റാക്കി വെച്ചിട്ട് കൊറിയറൊക്കെ ചെയ്യാൻ പോകണം. അതുപോലെ തന്നെ പുറത്തോട്ട് പോകേണ്ട കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാലും നമ്മുടെ ആവശ്യത്തിന് നമ്മൾ തന്നെ പോകാതെ ഒരു രക്ഷയില്ല. നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടൊന്നും ശരിയാവുകയും അങ്ങോട്ടില്ല. അപ്പം അങ്ങനെ പോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നോമ്പില്ലെങ്കിലും ഞാൻ ഉച്ചക്കത്തേക്കൊന്നും ചെയ്യത്തില്ല കേട്ടോ. പിള്ളേർക്ക് അപ്പം നമ്മൾ രാവിലെ ഇഡ്ഡലി സെറ്റാക്കി വെക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഉച്ചക്കത്തേക്ക് അവർക്ക് അത് തന്നെ കൊടുക്കാമല്ലോ. നോമ്പാണെങ്കിൽ നമുക്കില്ലെങ്കിൽ നമ്മൾ അതിൻ്റേതായ കാര്യങ്ങൾ പാലിക്കണമല്ലോ. അല്ലെങ്കിൽ പഠിച്ചവൻ പോലും പൊറുക്കില്ല. നമുക്ക് ഈ തരുന്ന ഐശ്വര്യത്തിനെല്ലാം പഠിച്ചതിനും കൂടെ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ. അങ്ങനത്തെ കൊറിയർ ഒക്കെ കൊണ്ടുപോയി ഞങ്ങൾ അങ്ങനെ അയക്കാനായിട്ടെല്ലാം നമ്മൾ DTDC വഴിയാണ് കേട്ടോ അയക്കുന്നത്. അപ്പം തിരിച്ചു വരുന്ന വഴി കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി പെട്ടെന്ന് ഇച്ചിരി ചെമ്മീൻ അങ്ങ് ബിരിയാണി ആക്കിയേക്കാന്ന്. അതാകുമ്പോഴത്തേക്ക് എൻ്റെ പണിയും ഒതുങ്ങും, രാത്രി പിന്നെ ചപ്പാത്തിയും കല്ലുമായിട്ടൊന്നും നടക്കണ്ട. അപ്പം ഞാൻ ചെമ്മീൻ ഇടിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഇന്ന് ഒരുപാട് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞു അന്ന് ഞാൻ ജ്യൂസ് അടിക്കാം ഉമ്മച്ചി. അങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒപ്പം. പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പാചകവും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനിയുള്ള കാലങ്ങൾ അങ്ങനെയാണല്ലോ. നമ്മൾ നമ്മുടെ മക്കളെ അതേപോലെയൊക്കെ പഠിപ്പിച്ചു കൊണ്ടുവരിക. കാര്യം ഇപ്പോൾ ആൺ പെണ്ണെന്നുള്ള വ്യത്യാസത്തിലൊന്നും ഒരിക്കലും വളർത്തരുത്. ആ ഒരു രീതിക്ക് തന്നെ അവരും വളരട്ടെ. അങ്ങനെ ചെമ്മീനെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഗരം മസാലയും കാശ്മീരി ചില്ലിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടിയിട്ട് നല്ല പോലെ അങ്ങ് പുരട്ടി ഞാനൊരു 1/4 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ നമ്മൾ അരി വേവിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് അരി അങ്ങ് വറ്റിച്ചെടുക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ലെവലാണ്. പിന്നെ എന്നോട് ചോദിച്ചാൽ ബിരിയാണിയിൽ ഏറ്റവും ടേസ്റ്റ് കൂടിയത് ഞാൻ പറയും ചെമ്മീൻ ബിരിയാണിയാണെന്ന്. അപ്പോൾ നിങ്ങൾക്കും അതേ അഭിപ്രായമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഞാൻ കരുതി ആ പെരട്ടി വെച്ച് ചെമ്മീൻ അങ്ങ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതി അങ്ങനെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഇപ്പോൾ എൻ്റെ പരുവ? നല്ല കൊലക്കേടായില്ലേ. ഇപ്പം അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് 81-80 തന്നെയാണ്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. പക്ഷെ നല്ല രീതിയിൽ ഫാറ്റ് ലോസ് ഉണ്ട് കേട്ടോ. നല്ല വ്യത്യാസം, ബോഡിയിൽ നല്ല ഷേപ്പ് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്ത് അങ്ങനെ എടുത്ത് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച് നോമ്പായതുകൊണ്ട് ബാക്കി അതിന് കൈയിട്ട് വരാൻ വരില്ല, അതാണ് ഒരാശ്വാസം. അങ്ങനെ ഞാൻ കരുതി ആ ഇതിലേക്ക് തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് ചതച്ചത്, ഞാനിവിടെ ഒരു 1/4 കിലോളം ചെമ്മീൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാനൊരു 4 വലിയ സവാളയും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് ഗ്രേവി ആകാതെ നമുക്ക് കിട്ടുകയും ചെയ്യും, വേസ്റ്റൊന്നും ആകത്തില്ല.
അങ്ങനെ ഞാൻ അതിലേക്ക് അതൊന്ന് വാടി വന്നപ്പോഴത്തേക്കും ഒരു വലിയ തക്കാളിയും കൂടെ അങ്ങ് കഷ്ണിച്ചിട്ടിട്ടുണ്ട്. പക്ഷെ തക്കാളിക്ക് സത്യം പറഞ്ഞാൽ കിഴങ്ങാണെന്നാണ് എല്ലാവരും ചോദിച്ചത്. കാര്യം തക്കാളിക്ക് ചുവപ്പ് കളറൊന്നും ഇല്ലായിരുന്നു, മറ്റേ പാണ്ടി തക്കാളിയായിരുന്നു. അങ്ങനെ അതെല്ലാം ഒന്ന് വഴന്നു വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ ആദ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി മഞ്ഞൾ പൊടിയും ഗരം മസാലയും അല്പം മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ ഇതായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ തന്നെ ഇവിടെ ഉറച്ചു വെച്ച് തൈരാണ് കേട്ടോ. അപ്പം നല്ല പുളിയായി, ഇപ്പോൾ നോമ്പായതുകൊണ്ട് ആർക്കും തൈരിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതിലേക്ക് അല്പം തേങ്ങാപ്പിരി ഇട്ട് കൊടുത്ത് ഇച്ചിരി മല്ലിച്ചെപ്പും പുതിനച്ചെപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സായി വന്നപ്പോഴത്തേക്കും നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല സൂപ്പർ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ മസാലയ്ക്ക്. അടിപൊളി മണമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ ബിരിയാണി. കാര്യം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി എന്ത് തിന്നാലും ഈ ഒരു ടേസ്റ്റ് വരത്തില്ല. ആ ചെമ്മീൻ്റെ ആ സ്വാദ് അതിലേക്ക് ദമ്മായി കഴിയുമ്പോഴത്തേക്കും പൊളപ്പം ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇത്തിരി ഫ്രൈ ചെയ്ത് സവാള ഇത്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക്. അതുപോലെ തന്നെ ആ എണ്ണയിലേക്ക് ഇട്ട് ഇച്ചിരി കിസ്മിസും കാഷ്യൂവും കൂടെ ഞാനതും ഫ്രൈ ചെയ്തെടുത്ത് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും അതും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണിയിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് ഇച്ചിരി നാരങ്ങാനീരും പൈനാപ്പിളിൻ്റെ എസൻസും അതുപോലെ തന്നെ ഇത്തിരി മഞ്ഞ കളറും കൂടി ചേർത്ത് അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇച്ചിരി നെയ്യും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം പുരട്ടി വെച്ച മസാല കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ലെയറായിട്ട് അങ്ങ് അരി ഇട്ട് കൊടുത്തു, ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും കറണ്ട് പോയിട്ടാ. അങ്ങനെ ഫസ്റ്റ് ലെയറിൽ കൊണ്ട് നിർത്തി ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കാണ് കറണ്ട് വന്നത്. അതുവരെ നമ്മൾ ക്ഷമിച്ച് നിൽക്കേണ്ടി വന്ന്. അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കുന്ന ടൈമൊക്കെ കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും നോമ്പൊക്കെ തുറക്കുന്ന സമയത്താണ് ഇന്ന് ഇടിവെട്ടേറ്റ പോലെ കറണ്ട് പോയത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ദമ്മാക്കാനൊക്കെ വെച്ചത്. അപ്പം ഞാൻ വിസിലിട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ ഒരു വിസിൽ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് നല്ല അടിപൊളി ദമ്മായി സെറ്റായി കിടക്കും. അങ്ങനെ നല്ല അടിപൊളി സ്വാദിഷ്ടമായ നല്ല ചെമ്മീൻ ബിരിയാണി അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പറ്റുന്ന പോലെയൊക്കെ തന്നെ വീഡിയോ ഇട്ട് വരട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും ഇന്ന് ഞാൻ സെറ്റാക്കി എടുത്തത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ നോമ്പ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വ്ളോഗുമായിട്ട് ഞാൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അപ്പം മറക്കാതെ എൻ്റെ എല്ലാ കൂട്ടുകാരും അഭിപ്രായം മസ്റ്റായും കമൻറ്റ് ചെയ്യണം. ടാറ്റാ ബൈ. അടുത്തൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.